ഹായ് ഓൾ, വെൽക്കം ടു ദ നെക്സ്റ്റ് വീഡിയോ ഓഫ് ബ്രൈറ്റ് ടു സക്സസ്. അപ്പോൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും നമ്മുടെ ക്രിസ്മസ് എക്സാമിന് വേണ്ടിയിട്ടുള്ള ടൈം ടേബിൾ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പഠിക്കാനായിട്ട് ജസ്റ്റ് എങ്കിലും സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നോക്കുക. കാരണം നിങ്ങൾ ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങുക. ഇനിയിപ്പോൾ എല്ലാവരും ഒരു ക്രിസ്മസ് എക്സാം, ഓണം എക്സാം ഒക്കെ ഭയങ്കര സിമ്പിളായിട്ട് കളയുന്നതാണല്ലേ. അപ്പോൾ നിങ്ങൾ അങ്ങനെ കളയാണ്ട് പഠിച്ചു തുടങ്ങിയാൽ നിങ്ങൾക്കിത് പബ്ലിക് എക്സാമിന് ഉറപ്പായിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും. ഈവൻ നമ്മൾ പഠിച്ച കാര്യം, ഇപ്പം ഞാൻ പോലും ഈ പഠിച്ച കാര്യം പെട്ടെന്ന് മറക്കുന്ന കൂട്ടത്തിലാണ്. അപ്പം അത് നമുക്ക് ഇപ്പോൾ ഈ ഒരു ക്രിസ്മസ് എക്സാമിന് നമ്മളൊരു പോർഷൻ പഠിച്ചു, അത് നമ്മൾ ഫൈനൽ എക്സാം ആകുമ്പോഴത്തേക്കും നമ്മൾ സ്വാഭാവികമായിട്ട് മറക്കും. ബട്ട് നമ്മൾ ആ ഒരു ഫൈനൽ എക്സാം ടൈമിൽ ജസ്റ്റ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് അത് നമ്മുടെ ബ്രെയിനിൽ ക്ലിക്ക് ആവാനായിട്ട് സാധിക്കും. അപ്പം അതുപോലെ തന്നെ പല സ്കൂൾസും 2020 ഇപ്പോൾ മാർക്ക് ഇൻറ്റേർണൽ ഇടാറില്ല. ഈ ഒരു ക്രിസ്മസ് എക്സാമിൻ്റെ ബേസിലാണ് എന്ത് ചെയ്യുന്നത്, ഇൻറ്റേർണൽ മാർക്ക് ഇടുന്നത്. പണ്ടൊക്കെ ഒരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു, 2020 മാർക്ക് ഫുൾ മാർക്ക് തന്നെ എന്തിനു കിട്ടും, ഇൻറ്റേർണൽ മാർക്കിന് കിട്ടുമെന്നുള്ളത്. ഇപ്പോൾ അങ്ങനെയല്ല. അതുകൊണ്ട് 17-16 വരെയൊക്കെ പോകാറുണ്ട്. അപ്പോൾ ഒരു മാർക്ക് നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങൾ അഡ്മിഷൻ ഇനി ഹയർ സ്റ്റഡീസിൽ അഡ്മിഷന് പോകുന്ന ടൈമിലായാലും ഒരു മാർക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാം പഠിക്കാനായിട്ട് നോക്കുക. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ക്രിസ്മസ് എക്സാമിൻ്റെ ടൈം ടേബിൾ നോക്കാവുന്നതാണ്. December 15 എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്, മൺഡേ ആണ്. അപ്പോൾ അന്ന് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അക്കൗണ്ടൻസി ആണ്. പിന്നെ സെക്കൻഡ് ഡേ നമുക്ക് എക്സാം വരുന്നില്ല, ട്യൂസ്ഡേ. പിന്നെ 17 നമുക്ക് വരുന്നതാണ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനാണ് 17 വരുന്നത്. അപ്പോൾ ഒരു ദിവസത്തെ ഒരു ഗ്യാപ്പ് ഉണ്ട് പഠിക്കാനായിട്ട്. സ്കൂളിൽ അവധിയൊന്നും തരാറില്ല, നോർമൽ കണ്ടിന്യൂസ് ക്ലാസ്സിൻ്റെ കൂടെ ആണല്ലോ ഈ ടൈപ്പ് എക്സാം ഒക്കെ നടത്താറുള്ളത്. പിന്നെ അത് കഴിഞ്ഞ് 4th വരുന്നത് വ്യാഴാഴ്ച വരുന്ന എക്സാം എന്ന് പറയുമ്പോഴത്തേക്കും മാത്തമെറ്റിക്സ്, ഇൻ കേസ് മാത്തമെറ്റിക്സ് ഉള്ളവർക്കാണെങ്കിൽ മാത്തമെറ്റിക്സ് ഉണ്ട്. പിന്നെ 5th വരുന്നിടത്തത് ഇംഗ്ലീഷാണ് വരുന്നത്. വെള്ളി കഴിഞ്ഞ് പിന്നെ വരുന്നത് ശനിയാഴ്ച എക്സാം ഉണ്ട്, സെക്കൻഡ് ലാംഗ്വേജ് ആണ്. പിന്നെ മൺഡേ വന്നിട്ട് ബിസിനസ് സ്റ്റഡീസും, പിന്നെ ട്യൂസ്ഡേ എക്കണോമിക്സും, പിന്നെ തേഴ്സ്ഡേ വന്നിട്ടാണ് നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സും ആണ് വരുന്നത്. ഓക്കെ, അപ്പം ഇതോടുകൂടി എക്സാം കഴിയുന്നുണ്ട്. ഒരു 1 വീക്കിൻ്റെ ആ ഒരു 1 വീക്ക് കൊണ്ട് തന്നെ എക്സാം കംപ്ലീറ്റ് ആകുന്നുണ്ട്. അപ്പം നിങ്ങൾ മാക്സിമം പഠിക്കാനായിട്ട് നോക്കുക, നല്ലപോലെ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് നോക്കുക. നിങ്ങൾക്കറിയാം, ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു ലൈഫ് എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് കോമ്പറ്റീഷനാണ്. എല്ലാവർക്കും എഡ്യൂക്കേഷൻ ഉണ്ട്, അതുപോലെ അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും സ്വാഭാവികമായിട്ടും നമുക്ക് അൺഎംപ്ലോയ്മെൻറ്റ് ഭയങ്കരമായിട്ട് കൂടി വരും അല്ലേ. നമുക്ക് ആ ഒരു എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഭയങ്കരമായിട്ട് കുറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മാർക്ക് എത്രത്തോളം സ്കോർ ചെയ്യുന്നു അത് തന്നെയാണ്, മാർക്ക് തന്നെയാണ് ഇപ്പോൾ എത്രയൊക്കെ നമ്മൾ മാർക്ക് കൊണ്ട് ഒരിടത്ത് എത്തൂല എന്ന് പറഞ്ഞാലും പല സന്ദർഭങ്ങളിലും മാർക്ക് തന്നെയാണ് നമ്മുടെ പല ഇടത്തും നമുക്ക് എത്തിക്കുന്നത് എന്ന് പറയാം. ഓക്കെ, അപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ക്രിസ്മസ് എക്സാമും അതുപോലെ പബ്ലിക് എക്സാമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും, ഏത് പോർഷൻ കറക്റ്റ് ഫോക്കസ് ചെയ്ത് വീഡിയോസ് ചെയ്യണമെന്നുണ്ടെങ്കിലൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. കൂടുതൽ വീഡിയോസുമായിട്ട് വീണ്ടും വരുന്നതാണ്. ക്ലാസ് ഹെൽപ്ഫുൾ ആണോ ഇല്ലേ എന്നുള്ളതും കൂടിയിട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഫ്രണ്ട്സിനും കൂടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. ടാറ്റാ.